ഗുഡ് മോർണിംഗ് എവരിബഡി. ആസിഫിൻ്റെ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് ഇങ്ങനൊരു സെഷൻ ചെയ്യാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ആസിഫിൻ്റെ നമ്മുടെ ഒരു ചീഫ് പേട്രൺ എന്ന രീതിയിൽ നമ്മുടെ ഒപ്പമുള്ള കോട്ടി ആൻഡ് സാർ, അവരുടെ TRO സാറുകളുടെ നമുക്കൊപ്പം, അതുപോലെ ആസിഫിൻ്റെ നാഷണൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ കോർഡിനേറ്റേഴ്സ് എല്ലാവരും ഉണ്ട്. ആസിഫിൻ്റെ മെമ്പേഴ്സായിട്ടുള്ള പാർട്ടിസിപ്പൻസ് എല്ലാവർക്കും നമസ്കാരം. നമുക്ക് താമസിക്കാതെ തന്നെ നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് സെഷൻ ഞാൻ തുടങ്ങി വയ്ക്കാം. ഇപ്പം ഈ സ്ട്രെസ് മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. മെയ് 4-ാം തീയതി വേൾഡ് ഹാൻഡ് ലൂസിങ് സ്പോട്ട്ലൈറ്റ് ഡേ ആണ്. 2 ദിവസം കഴിഞ്ഞാൽ അത് ഡേ ആണ്. പക്ഷെ നമുക്ക് ഇന്ന് എല്ലാവർക്കും ഒഴിവ് ദിവസം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. AS എന്ന് പറയുന്ന ഹാൻഡ് ലൂസിങ് സ്പോട്ട്ലൈറ്റിസ് ഉള്ള പേഷ്യൻസിന് മാത്രമല്ല, ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് സ്ട്രെസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് ഇല്ലാത്ത ആളുകളായിട്ട് ആരുമില്ല. അപ്പൊ അതിന് അസുഖമുള്ള ആളെന്നോ അസുഖമില്ലാത്ത ആളെന്നോ പണക്കാരനെന്നോ പാവപ്പെട്ടവനോ എന്നുള്ള ഒരു വ്യത്യാസവുമില്ല. അപ്പൊ ഇത് എന്താണ് ഈ സ്ട്രെസ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതാണ് ആദ്യത്തെ ഒരു ഐഡിയ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. അത് ഈ ഒരു ആശയം പറയണമെങ്കിൽ ഒരു കഥ പറയാനുണ്ട്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഒട്ടകമാണ്. അപ്പൊ ഈ ഒട്ടകത്തിന്റെ പുറത്താണ് മരുഭൂമിയിലുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷനും ചെയ്യുന്നത്. അപ്പോ ഈ ഒരു ഒട്ടകത്തിന്റെ ഒരു കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒട്ടകത്തിന്റെ ചുമട് എന്ന് പറയുന്നത് എത്രത്തോളം വെക്കാന്നുള്ളതിനൊരു ലിമിറ്റ്. കുറെ വെക്കാൻ പറ്റും, പക്ഷെ അത് എത്രത്തോളം ആ ഒരു ലിമിറ്റ് എക്സീഡ് ചെയ്താൽ ഈ ഒട്ടകം കൊളാപ്സ് ചെയ്യും. അപ്പൊ ഈ ഒരാള് ഈ ഒട്ടകത്തിന്റെ പുറത്ത് വൈക്കോലിന്റെ ചാക്കുകൾ കയറ്റിക്കൊണ്ടുപോകണം. അപ്പൊ ആ മുതലാളി ഇയാളോട് പറഞ്ഞിട്ടുണ്ട്, ഈ ഒട്ടകത്തിന്റെ കപ്പാസിറ്റി, ലോറിക്കൊക്കെയുള്ള കപ്പാസിറ്റി എന്നുള്ള പോലെ ഒട്ടകത്തിന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 100 ചാക്കാണ്. 100 ചാക്ക് വൈക്കോലാണ് ഈ ഒട്ടകത്തിന്റെ കപ്പാസിറ്റി. അപ്പൊ അയാൾ വിചാരിച്ചു കുറച്ചുകൂടെ ഇട്ടാൽ കൂടുതൽ ലാഭമല്ലേ, നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാം എന്ന് പറഞ്ഞ് അയാൾ ഈ 100 ചാക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് തോന്നി കുറച്ചുകൂടെ വൈക്കോൽ ഇട്ടാൽ നമുക്ക് വേഗം അപ്പുറത്തേക്ക് എത്താം. അപ്പൊ അയാൾ കുറേശ്ശെ വൈക്കോല് എടുത്ത് ഈ ഒട്ടകത്തിന്റെ ഈ ചാക്കുകളിലേക്ക് കൂടുതൽ നക്കാനും 100 ചാക്കുകൾക്ക് ശേഷം അവസാനം ഒരു വൈക്കോൽ എടുത്ത് വെച്ചതോടുകൂടി ഈ ഒട്ടകം കൊളാപ്സ് ചെയ്ത് അവിടെ വീഴുന്നതാണ്. അപ്പൊ ഈ ലാസ്റ്റ് വെച്ച ഈ ഒരു വൈക്കോൽ, അതിനാണ് ഇവിടെ സ്ട്രോ എന്ന് പറഞ്ഞിട്ടുള്ളത്, ഈ ഒരു വൈക്കോൽ കൊണ്ടാണോ ഒട്ടകം വീണത്? ആണോ? അല്ല. അപ്പോ അതിന് മുമ്പേ അതിന്റെ മുകളിൽ ഒരുപാട് ഭാരം വന്നു ചേർന്നിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അവസാനം വന്ന ഈ ഒരു സ്ട്രോ, അതിൻ്റെ ഈ ഒരു വൈക്കോല് അതിനൊരു കാരണമായി മാത്രമേ ഉള്ളൂ. വീഴാനുള്ള ഒരു ഇമ്മീഡിയറ്റ് കോസ്റ്റ് എന്ന് പറയും. ഈ വേൾഡ് വാർ എന്നൊക്കെ പറയും, ഇമ്മീഡിയറ്റ് കോസ്റ്റ് ഓഫ് വേൾഡ് വാർ. ഏതോ ഒരാളെ കളിയാക്കി എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് വേൾഡ് വാർ ആയിരിക്കുന്നത്. പക്ഷെ അത് ഇമ്മീഡിയറ്റ് കോസ്റ്റ് ആണ്. അതിന് മുമ്പ് ഒരുപാട് സംഭവ വികാസങ്ങൾ നടന്നിട്ടുണ്ട്. എന്നതുപോലെ സ്ട്രെസ് നമുക്ക് ഉണ്ടാവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം ഒരു ആകത്തുകയായി അവസാനമായിട്ട് വരുന്ന ഒരു സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് ഈ തകർച്ച. അപ്പൊ ആ തകർച്ചയിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കണം എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഏതൊക്കെ തരത്തിലാണ് സ്ട്രെസ് വരുന്നത് എന്ന് നമുക്ക് ആദ്യം തിരിച്ചറിഞ്ഞാലാണ് അത് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും. പുറമെ നിന്ന് വരുന്ന സ്ട്രെസ്സുകൾ പല തരത്തിലുള്ള സ്ട്രെസ്. അത് അകത്തുനിന്നും വരുന്ന സ്ട്രെസ്, അതായത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന സ്ട്രെസ് ഉണ്ട്, പുറത്തുനിന്നും നമ്മളെ ആക്രമിക്കുന്ന സ്ട്രെസ്സും 2 തരത്തിലുണ്ട്. അപ്പൊ പുറത്തുനിന്ന് വരുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന സ്ട്രെസ്. ഈ ഭൗതികമായിട്ടുള്ള സാഹചര്യം എന്ന് പറഞ്ഞാല് നമ്മൾ ഇരിക്കുന്ന മുറി, ഇപ്പൊ ഇത് നല്ല AC ഹോളാണ്. ഇപ്പൊ ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ആരും ഗ്ലാസ് കട്ട് ചെയ്ത് പുറത്തേക്ക് പോയില്ല. കാരണം എന്താണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ്. പുറത്തു പോയാൽ ഭയങ്കര ചൂടാണ്. അപ്പോൾ ഫിസിക്കൽ എൻവയറൺമെന്റ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കും. നമുക്ക് ചൂടുള്ള അന്തരീക്ഷത്തിലിരിക്കുക, അല്ലെങ്കിൽ നമുക്ക്
വിശന്നിരിക്കുക, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ നമുക്ക് ഒരു സ്ട്രെസ് ഉണ്ടാവും. അതുപോലെ നമുക്ക് സൗണ്ട്, ഒരുപാട് നോയ്സ് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രെസ് വരും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്ട്രെസ് വരും. ഫിസിക്കലായിട്ടുള്ള സിറ്റുവേഷൻസ്, അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടാത്ത സാഹചര്യം, ഇഷ്ടപ്പെടാത്ത ആളുകൾ, നമുക്ക് പരിചയമില്ലാത്ത ആളുകൾ, അപരിചിതമായിട്ടുള്ള സാഹചര്യം, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ ഫിസിക്കൽ എൻവയറൻമെന്റ്, ഇതിനെയൊക്കെ പറയുന്നതാണ് ഫിസിക്കൽ എൻവയറൻമെന്റ്. പിന്നൊന്ന്, ജനങ്ങളുമായിട്ട് ഇടപഴകുമ്പോൾ ഒരാളോട് സംസാരിച്ചില്ലെങ്കിൽ യാതൊരു സ്ട്രെസ്സും ഇല്ല. അപ്പൊ ഞാൻ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ എന്റെ മാസ്റ്റർ പറയാറുണ്ട്, ഈ ഹിമാലയത്തിലൊക്കെ പോയിരുന്ന് മെഡിറ്റേറ്റ് ചെയ്തിരുന്ന ഒരാൾക്ക് ഒരു സ്ട്രെസ്സും ഉണ്ടാവില്ല. കാരണം ഒരു മനുഷ്യനായിട്ട് ഇടപെടുന്നില്ല. 2 പേരോട് സംസാരിക്കേണ്ടി വരുമ്പോഴാണ് എന്ത് വരുന്നത്, നമുക്ക് സ്ട്രെസ് വരുന്നത്. അപ്പൊ മനുഷ്യനുമായിട്ട് ഇടപെടലുകൾ കൊണ്ട്, എന്നാൽ മനുഷ്യൻ ഒരു സോഷ്യൽ ആനിമലാണ്, അതിന്റെ ഇടപെടലാതെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ ഇടപെട്ട് കഴിയുമ്പോൾ എന്ത് വരും, പ്രശ്നങ്ങളുണ്ടാവും. 2 പേര് ചേർന്നാൽ പ്രശ്നമില്ല. അപ്പോ അതുകൊണ്ട് അതിനെ എങ്ങനെ ഡീൽ ചെയ്യും, ഇതൊക്കെ പുറമെ നിന്ന് വരുന്ന സ്ട്രെസ്സാണ്, മനുഷ്യനുമായി ഇടപെടുമ്പോൾ വരുന്ന സ്ട്രെസ്. പിന്നൊന്ന്, ഓർഗനൈസേഷണൽ സ്ട്രെസ്. അപ്പൊ ഇതുപോലൊരു വലിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിൽ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെയും നമുക്ക് ചില ഹൈറാർക്കി, അതിന്റെ ഓർഡറിൽ സംബന്ധിച്ച് നമുക്ക് ഒരു സ്ട്രെസ്. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ അപ്പോൾ നമുക്ക് യാതൊരു സ്ട്രെസ്സും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ സജീവിക്കണം എന്നുള്ള പോലെയാണ്. അപ്പൊ എക്സ്റ്റേണൽ ആയിട്ടുള്ള സ്ട്രെസ്സുകളെ നമ്മൾ ഒഴിവാക്കണം. പക്ഷെ അതിനെ നമുക്ക് അങ്ങനെ ചെയ്യാതെ തന്നെ, അതിന് ഇന്നുകൊണ്ട് തന്നെ നമുക്ക് തന്നെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നൊന്ന്, മേജർ ലൈഫ് ഇവന്റ്സ്. അപ്പോൾ ഒരു കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ മുതൽ ഈ മേജറായിട്ടുള്ള ജീവിതത്തിലുള്ള പല സംഭവ വികാസങ്ങളും നമ്മൾ സംഭവിക്കുന്നത്. ഇപ്പോൾ ഒരു കുട്ടി സ്കൂളിൽ ചേർക്കുമ്പോൾ തന്നെ അതൊരു ലൈഫ് ഇവന്റാണ് കുട്ടിയെ സംബന്ധിച്ചത്. കാരണം അത്രയും നാളും വീട്ടിൽ കളിച്ച് നടന്നിട്ടുള്ള കുട്ടി സ്കൂളിൽ ചേർന്ന് കഴിയുമ്പോൾ വേറെ അറ്റ്മോസ്ഫിയറിലേക്ക് പോകണം. അതായത് ഒരു ലൈഫ് ഇവന്റ് ആണ്. അപ്പൊ അതായത് സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കും എന്താണ് LKG-യിൽ എന്താ സ്ട്രെസ്, കൊച്ചുകുട്ടിയുടെ ഭയങ്കര സ്ട്രെസ്സാണെന്ന് പറയുന്നത്. അപ്പൊ അത് ഒരു മേജർ ലൈഫ് ഇവന്റ് ആണ്. ഈ കുട്ടി ഈ അച്ഛനോ അമ്മയ്ക്കോ ട്രാൻസ്ഫർ ആയി വേറെ സ്കൂളിൽ ചേർന്നാൽ അതും ഒരു മേജർ ലൈഫ് ഇവന്റ് ആണ്. കാരണം അവരുടെ ഫ്രണ്ട്സിനെയൊക്കെ മാറി പുതിയൊരു കൂട്ടരായിട്ട് അയാൾ ഇടപെടേണ്ടത്, അതൊരു മേജർ ലൈഫ് ഇവന്റ് ആണ്. സ്കൂളിൽ നിന്ന് പോയി കോളേജിൽ ചേർന്നു, 10ാം ക്ലാസ് വരെ അവരൊരു പ്രത്യേക രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിൽ ചേർന്ന് കഴിയുമ്പോൾ അത് അവരൊരു മേജർ ലൈഫ് ഇവന്റ്. അത് കഴിഞ്ഞ് ജോലിക്ക് കയറി കഴിയുമ്പോൾ അവർക്ക് ഉത്തരവാദിത്തമായി, അതുവരെ പാരന്റ്സ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പൊ ഈ ലൈഫ് ഇവന്റ്സ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ജോലി കിട്ടുന്നതിന് മുമ്പ് പാരന്റ്സ് ആരെങ്കിലും മരിച്ചു പോയിരിക്കുകയാണ്, ആരുടെയെങ്കിലും മരണം ഒരു മേജർ ലൈഫ് ഇവന്റ്. ഇതൊക്കെ സ്ട്രെസ് ഉണ്ടാക്കും. ഇനി ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ, അതൊരു സ്ട്രെസ്സായി. കല്യാണം കഴിച്ചു കഴിയുമ്പോഴാണ് ഏറ്റവും വലിയ സ്ട്രെസ്. അപ്പൊ എല്ലാം സ്ട്രെസ്സാണ്. അപ്പൊ ഈ സ്ട്രെസ് വർദ്ധിച്ചുകൊണ്ട് ലൈഫില് സ്ട്രെസ് എന്ന് പറയാനുള്ള ഇവന്റ്സ്, ഇങ്ങനെയുള്ള മേജർ ലൈഫ് ഇവന്റ്സ് നമുക്ക് ഒഴിവാക്കാനൊന്നും സാധിക്കില്ല. അപ്പൊ അതിനെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നതാണ്. ഇങ്ങനെ മേജർ ലൈഫ് ഇവന്റ്സ് ഒന്നും വരേണ്ട ആവശ്യമൊന്നുമില്ല. അത് വഴി കൂടെ പോകുമ്പോൾ ട്രാഫിക്കില് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ഇത് തെറി വിളിച്ചാൽ മതി നമുക്ക് സ്ട്രെസ് വരാനായിട്ട്. ഒന്നുമില്ല, നമ്മൾ വളരെ പതുക്കെ ഒതുങ്ങി പോകുന്നത്. എന്ത് നമ്മൾ പതുക്കെ പോകുന്നതെന്ന് പറഞ്ഞ് പോലെ നമ്മൾ ചീത്ത വിളിക്കും. എനിക്ക് കടന്നു പോകാൻ പറ്റുന്നില്ല, ഞാൻ പതുക്കെ പോണ കാരണം. അപ്പൊ അങ്ങനെ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസിലും നമുക്ക് സ്ട്രെസ് ഉണ്ട്. അപ്പൊ സ്ട്രെസ് നമുക്കൊരു സാമൂഹ്യ ജീവിയായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അടുത്ത ടൈപ്പ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ട് വരുന്ന സ്ട്രെസ്സാണ്. നമുക്ക് ആന്തരികമായി നമ്മൾ അനുഭവിക്കുന്ന സ്ട്രെസ്. അത് പലതും നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്, കുറേയൊക്കെ നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമ്മുടെ ലൈഫ് സ്റ്റൈലാണ്. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ അതിൽ പല കാര്യങ്ങൾ ഉൾപ്പെടും. അത് നമ്മൾ വിശദമായിട്ട് പിന്നീട് ഡിസ്കസ് ചെയ്തൊരു അടുത്ത സ്ലൈഡുകളിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഒരു ഡെയിലി റുട്ടീൻ ഉൾപ്പെടും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതുപോലെ നമ്മളുടെ ജീവിത രീതി, നമ്മളുടെ പെരുമാറ്റം, ഇതെല്ലാം ലൈഫ് സ്റ്റൈലിൽ ഉൾപ്പെടും. പിന്നെ ഒന്ന്, നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കും. ഇപ്പൊ ഞാനിപ്പോ ഒരു ഓഡിയൻസിനോട് സംസാരിക്കും, പക്ഷെ ഈ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ഞാൻ എന്നോട് തന്നെ സംസാരിക്കുന്നു. അതായത് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള കാര്യങ്ങളാണോ പറയുന്നത് എന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ തന്നെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമ്മളോട് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതില് എത്ര ശതമാനം നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന രീതിയിലാണ് പറയുന്നതെന്നനുസരിച്ചിരിക്കും നമ്മൾ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ആണോ നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ആണോ നടത്തുന്നത്. അപ്പോൾ
നെഗറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ആണ് കൂടുതലും നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് വളരെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള, അതായത് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് വരും. നേരെ മറിച്ച് ഈ സിറ്റുവേഷൻസ് എങ്ങനെയാണെങ്കിലും നമ്മൾ പോസിറ്റീവായിട്ടുള്ള സെൽഫ് ടോക്ക് ആണ് നമ്മൾ നടത്തുന്നതെങ്കിൽ, അതായത് നമുക്കിതിനെ ഓവർകം ചെയ്യാൻ സാധിക്കുമെന്നും വിജയിക്കാൻ സാധിക്കുമെന്നുള്ള രീതിയിലുള്ള ഒരു പോസിറ്റീവ് സെൽഫ് ടോക്ക് നമ്മുടെ കൊണ്ട് തന്നെ നമ്മൾ നടത്തുകയാണെങ്കിൽ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ്, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും.